കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബിരിയാണി വിറ്റുപോകുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെയാണ്. കുറ്റം പറയുന്നവർക്ക് അതറിയില്ലല്ലോ. മൃണാൾ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഹംഗ്രി മൃണാളിൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ മൃണാളിൻ്റെ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. റീസെൻ്റ്ലി നമ്മൾ അതിനെക്കുറിച്ച് തന്നെ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം കാര്യം പറയാം. മൃണാളിൻ്റെ ആ സ്ഥാപനവും അതിൻ്റെ കോൺസെപ്റ്റൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ എതിർക്കുന്നത് മൃണാളിനെ അല്ല, അല്ലെങ്കിൽ ആ സ്ഥാപനം പൂട്ടിപ്പോണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് ഒറ്റ കാര്യത്തിലാണ്. അവിടെ വന്ന കസ്റ്റമേഴ്സ് ഫുഡ് കഴിച്ചിട്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടിനെ പറ്റി അവർ തുറന്ന് പറയുമ്പോഴത്തേക്ക് മൃണാൾ അതിനെ പുച്ഛിച്ച് കളിയാക്കി പരിഹസിച്ചങ്ങ് വിട്ടേക്കുവാണ്. ആ ഒരു കാര്യത്തോട് നമുക്ക് 100% എതിർപ്പുണ്ട്. ഞാനോ മൃണാളോ ആരോ ആയിക്കോട്ടെ, ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ കംപ്ലൈൻറ്റ് പറയുന്ന കസ്റ്റമേഴ്സിനെ പുച്ഛിച്ച് തള്ളിക്കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. ഞാൻ ഈ മൃണാളിൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുടെ വീഡിയോസ് അല്ലേ, അവരതിൻ്റെ റിവ്യൂസ് ഇടുന്നതും അല്ലെങ്കിൽ അവരതിൻ്റെ ഒപ്പീനിയൻ പറയുന്ന വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തു. മൃണാള് നിങ്ങൾ ഈ ഗൂഗിൾ റിവ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഗൂഗിളിനകത്ത് ആൾക്കാർ റിവ്യൂ എഴുതിയിടാറുണ്ട്. ഓക്കെ, ഞാൻ ഹംഗ്രി മൃണാളിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഗൂഗിൾ റിവ്യൂ ഞാൻ നോക്കിയ സമയത്ത് ഒരു 3.8 ആണ് അവിടുത്തെ റിവ്യൂ കാണുന്നത്. ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ആവറേജ് വരുന്നുണ്ട്. പക്ഷേ ഈ 4 സ്റ്റാർ റേറ്റിംഗ് അതിനകത്ത് മൃണാള് ഒരു ചെറിയ കള്ളത്തരം കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, കൊച്ചി കേന്ദ്രീകരിച്ച ഒരു ലേഡീനെ ഇതിൻ്റെ പെയ്ഡ് റിവ്യൂസ് ഏൽപ്പിച്ചിരിക്കുകയാണ്. പെയ്ഡ് റിവ്യൂസ് ഇൻ ദ സെൻസ്, അതായത് ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേരുണ്ടല്ലോ, ആ പിള്ളേർക്ക് ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കും. ഫുഡിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു കൊടുക്കും. എന്നിട്ട് ആ ഫുഡിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് 500 രൂപ അവർക്ക് കൊടുക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം, ഞാൻ ചുമ്മാ പറയുന്നതല്ല. 500 രൂപ അല്ല 1000 രൂപയൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് റിവ്യൂസ് എഴുതിയിടിപ്പിക്കുക. അവർ ഫുഡും കഴിച്ചിട്ടില്ല, ഒരു ഉണ്ടയും കഴിച്ചിട്ടില്ല, പക്ഷേ ഫുഡിൻ്റെ ഫോട്ടോ എടുക്കുക, ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് റിവ്യൂസ് അങ്ങ് എഴുതിയിടുന്നു. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഹായ്, ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും വിത്ത് കീവേഡ്സും തരുന്നതായിരിക്കും. എന്നിട്ട് ഈ കീവേഡ്സും ഫോട്ടോസും നിങ്ങൾ ChatGPT-യിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ തന്ന ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് 5 സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റാൻഡമായിട്ട് ആൻസർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വർക്ക്. ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോസും പിന്നെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. താഴെയുള്ള ക്വസ്റ്റ്യൻസിന് റാൻഡം ആൻസേഴ്സ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ഗൂഗിളിൽ ലിസ്റ്റ് ആയതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ QR കോഡ് സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഗൂഗിളിൽ റിവ്യൂ ലിസ്റ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് സംഭവം. അതായത് 500 രൂപ 1000 രൂപ കൊടുത്തിട്ട് ഗൂഗിളിനകത്ത് റിവ്യൂ ഇടിപ്പിക്കുന്നൊരു പരിപാടി. ഈ പറയപ്പെടുന്ന ഒരു ലേഡിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവർക്ക് കാശ് കിട്ടും അല്ലേ. അപ്പോൾ ഇത് ഹംഗ്രി മൃണാളിൻ്റെ സ്ഥാപനത്തിൻ്റെ ആണെന്ന് കൃത്യമായിട്ട് അതിൻ്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് മൃണാൾ മാത്രമല്ല, ഇതിനു മുമ്പ് പല ആൾക്കാർ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ബിസിനസ് ടെക്നിക്കാണ്. ഞാൻ ഈ ഹംഗ്രി മൃണാൾ സ്ഥാപനത്തിൻ്റെ ഗൂഗിൾ റിവ്യൂ ഞാൻ അല്ലാണ്ട് നോക്കിയ സമയത്ത് മെയിൻലി ഇപ്പോൾ മൃണാൾ നേരത്തെ പറയുന്നത് ഏറ്റവും കൂടുതൽ ബിരിയാണി വിറ്റ് പോകുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടേതാണെന്നാണ് പറഞ്ഞത്. ഞാൻ അതിനകത്ത് നിന്ന് ഈ ഗൂഗിൾ റിവ്യൂവിനകത്ത് നിന്ന് ഈ ബിരിയാണി കഴിച്ച ആൾക്കാരുടെ മാത്രം ലോവസ്റ്റ് റിവ്യൂ നോക്കിയ സമയത്ത് കുറേ റിവ്യൂസ് അങ്ങനെയുണ്ട് ബിരിയാണിയെ പറ്റി, അല്ലെങ്കിൽ ബിരിയാണിയുടെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതിൻ്റെ ചൂട്, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് റിവ്യൂസ് ഇട്ടിരിക്കുന്ന ആൾക്കാരുടെ സ്ക്രീൻഷോട്ടാണ് ഞാനവിടെ വെച്ച് പോകുന്നത്. ഞാൻ എല്ലാം വെക്കുന്നില്ല, ഒരു 3-4 എണ്ണം മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ആളുകൾക്കുള്ള എതിർപ്പ് അത് മൃണാൾ മനസ്സിലാക്കണം. മൃണാൾ ഇപ്പോൾ പറയുകയാണ് ഏറ്റവും കൂടുതൽ ബിരിയാണി വിറ്റ് പോകുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെതാണ്. മേ ബി ആയിരിക്കാം. ഇനിയിപ്പോൾ മൃണാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ബിരിയാണി വിറ്റ് പോകുന്നത് മൃണാളിൻ്റെ ആണെന്നും മൃണാൾ ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്നും എനിക്കറിയില്ല. അതെങ്ങനെ പറഞ്ഞാലും ശരി, വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇതേപോലെ പെയ്ഡ് റിവ്യൂ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട്, ആൾക്കാരെ കൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിലെ ഫുഡിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത്, അത് കൃത്യമായിട്ട് ആ ലേഡി അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ റിവ്യൂ ഇട്ട് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണം. എന്നിട്ട് റിവ്യൂ ഇട്ട് ആ റിവ്യൂ ഗൂഗിളിനകത്ത് വന്നതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് തരിക എന്നുള്ളത്. ഇതൊരു മാനിപ്പുലേഷനാണ് അല്ലേ. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഗൂഗിൾ റിവ്യൂ, ചില ആൾക്കാർ അങ്ങനെയാണ്. അതായത് അവർ മെയിൻലി നോക്കുന്നത് ഗൂഗിൾ റിവ്യൂ ആയിരിക്കും. അല്ലാണ്ട് ഇൻസ്റ്റഗ്രാം വീഡിയോസോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലൊക്കെ ആൾക്കാരിട്ട
മറ്റ് റിയാക്ഷൻസ് ഒന്നും അവർ നോക്കില്ല. അവർ സ്ട്രെയിറ്റ്ലി നോക്കുന്നത് എന്തായിരിക്കും? ഗൂഗിൾ റിവ്യൂസ് ആയിരിക്കും. എത്ര റേറ്റിംഗ് ഉണ്ട്? അപ്പോൾ 3.8 റേറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ 4 റേറ്റിംഗ് ഉണ്ട്, 5 റേറ്റിംഗ് ഉണ്ട്. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, നമുക്കതൊരു കൊള്ളാമെന്ന് തോന്നുന്ന സംഭവമാണ്. പക്ഷെ അത് ഇതേപോലെ ആൾക്കാരെ കൊണ്ട് പണം കൊടുപ്പിച്ചിടുന്ന റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. മൃണാൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. മൃണാൾ അവർക്കൊരു 20ൽ കൂടുതൽ സ്ഥാപനം കൊച്ചിയിൽ തുടങ്ങാനായിട്ടൊരു ഐഡിയ ഉണ്ട്. വളരെ നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്തോ. അതിപ്പോൾ എൻ്റെ കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 20 രൂപയ്ക്കും 30 രൂപയ്ക്കും 40 രൂപയ്ക്കും ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫൈൻ, നല്ലതാണ്. പക്ഷേ അവിടുത്തെ ഹൈജീനെ പറ്റിയും അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റിയെ പറ്റി ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര വീഡിയോസ് നമ്മൾ എടുത്തിട്ട് ചെയ്തു. അപ്പം മൃണാൾ ഇതിനെ കാണുന്നത് മൃണാളിനെ ആരോ മനഃപൂർവ്വം കരിവാരത്തേക്കാൻ നോക്കുന്നു, മൃണാളിനെ ആർക്കും വിമർശിക്കാൻ പാടില്ല, മൃണാളിൻ്റെ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി നോക്കുന്നു. ഇതാണ് പുള്ളിയുടെ ഒരു വ്യൂ പോയിന്റ്. അങ്ങനെയല്ല. നമുക്ക് എന്തിനാണ് മൃണാളിൻ്റെ സ്ഥാപനം പൂട്ടിച്ചിട്ട്? നമ്മൾ മൃണാൾ കാണിക്കുന്ന പ്രവൃത്തിയെപ്പറ്റി, മൃണാൾ മറ്റുള്ള ആൾക്കാരുടെ പെരുമാറുന്ന പെരുമാറ്റ രീതിയെപ്പറ്റി, അവിടുത്തെ ഫുഡിൻ്റെ മോശം അവസ്ഥ ജനങ്ങൾ കാണിക്കുമ്പോൾ അതിനെ മൃണാൾ തള്ളിക്കളയുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് മൃണാൾ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ മൃണാൾ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മൃണാളിൻ്റെ ഈ ഒരു എന്താ പറയണ്ടേ പെരുമാറ്റ രീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ മൃണാൾ ഇതിനെ വിമർശിക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞ് വിമർശിക്കുന്ന ആൾക്കാരെ കളിയാക്കുന്ന ഈ രീതി, അത് മൃണാളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ മൃണാളിനും മൃണാളിൻ്റെ സ്ഥാപനത്തിനുമാണ് ഏറ്റവും ഗുണം ചെയ്യുക. അത് മനസ്സിലാക്കിയാൽ മൃണാളിന് കൊള്ളാം, അല്ലാന്നുണ്ടെങ്കിൽ മൃണാളിനും കൊള്ളും. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി പോയി, ആ സ്ഥാപനം ഉദ്ദേശിക്കുന്ന രീതിയിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൊള്ളുന്നത് മൃണാളിന് തന്നെയായിരിക്കും. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ നല്ല കാര്യം.